ഹലോ നമ്മുടെ ബേബി ഔട്ട്ഫിറ്റ് 30 ഡേയ്സ് ചലഞ്ചിലത്തെ 14ാമത്തെ ഡ്രസ്സാണ് കാണിക്കുന്നത് കേട്ടോ. ഇതേപോലത്തെ ഒരു പാർട്ടി വെയർ ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. ഇതുപോലെ ബാക്കിൽ ഇൻവിസിബിൾ സിബും അതുപോലെ ബാക്കിൽ ഒരു ബോയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഷിഫ്റ്റ് നെറ്റും കോട്ടൺ ലൈനിങ്ങും സാറ്റിനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് വന്നിട്ട് ഇതേപോലെ സ്ട്രാപ്പാണ്. എന്നിട്ട് ഇവിടെ കുറച്ച് ഭാഗം ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് ഇങ്ങനെ ഓപ്പൺ ആയി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇവിടെ കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് അത്ര വേണ്ട. പിന്നെ എലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല കേട്ടോ. ഇതേപോലെ സ്ട്രാപ്പ് കൊടുത്തൊക്കെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് പകരം നമുക്ക് ലേസും ചെയ്യാം. ഞാൻ വർക്ക് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ കാണട്ടെ. നമുക്ക് ഇതിൻ്റെ കട്ടിങ് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പ്ലെയിൻ നെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 മീറ്ററോളം ഉണ്ട് കേട്ടോ ഈ പ്ലെയിൻ നെറ്റ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് എടുക്കണില്ല. അതുപോലെ തന്നെ സാറ്റൻ്റെ ക്ലോത്ത് ഉണ്ട്. അതുപോലെ നമുക്ക് കോട്ടൺ ലൈനിങ് വേണം. ഈ ഒരു ടൈപ്പ് ഷിഫ്റ്റ് നെറ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അതായത് ഷിഫ്റ്റ് നെറ്റ് 2-3 ടൈപ്പ് ഉണ്ട്. അപ്പോൾ കിഡ്സിൻ്റെ നമ്മൾ ഇതുപോലെ ചെറിയ ഹോൾസ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റ് നെറ്റ് ഉണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ കിഡ്സിൻ്റെ ഡ്രസ്സിൽ യൂസ് ചെയ്യുക. അപ്പോൾ അത് വേണം. പിന്നെ അതുപോലെ ഞാൻ ഇതിലേക്ക് വർക്ക് മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ ഈ വർക്ക് മെറ്റീരിയൽ യൂസ് ചെയ്യില്ല. ചിലപ്പോൾ ഞാൻ ലേസ് ആയിരിക്കും കേട്ടോ യൂസ് ചെയ്യാൻ. അതൊരു വേറൊരു മോഡൽ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് മെറ്റീരിയൽ വാങ്ങിച്ചതാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഇതിൻ്റെ യോക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ നോക്കട്ടെ. അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ളൊരു ഫ്രോക്കിനൊക്കെ യോക്ക് കട്ട് ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൽ ബാക്ക് സൈഡിൽ ഇതേപോലെ ഒരു 3/4 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു 3/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളൊരു സ്ട്രേറ്റ് ലൈൻ കൊടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് പോർഷൻ ഇതിൻ്റെ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് യോക്ക് വരയ്ക്കുക ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ യോക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അതേപോലെ നമ്മൾ യോക്ക് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയണമെന്നില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ 3/4 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്കിതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കണം കേട്ടോ. നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ 4.5 ആണ് കേട്ടോ എനിക്ക് ഷോൾഡർ. അപ്പോൾ ഞാനതിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആം ഹോളും 4.5 മാർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ യോക്ക് ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. യോക്ക് ലെങ്ത്ത് വന്നിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്തിട്ടൊരു 8.5 ഇഞ്ചാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 10 ഇഞ്ച് 9.25 ഇതിൽ കിട്ടുന്ന ആ ഒരു ഇതെടുക്കുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ക്ലിയർ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക ചെയ്യുക. എനിക്ക് 8 to 8.5 ആ ഒരു അത്ര വേണ്ടത്. എന്തായാലും നമ്മൾ നെറ്റ് ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ ഒരു 2 ഇഞ്ച് എക്സ്ട്രാ യോക്ക് എന്തായാലും എടുക്കുക കേട്ടോ. എനിക്കിവിടെ ചെസ്റ്റ് വേണ്ടത് 6 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് വേസ്റ്റ് കേട്ടോ. നെക്കിൻ്റെ അകലെ ഞാനൊരു 2.25 കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം സ്ട്രാപ്പ് കൊടുക്കുന്ന കാരണം കുറച്ചൊരു ഇതുണ്ടാകാൻ വേണ്ടി ഞാൻ 2.25 ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ ലെങ്ത്ത് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 3 to 3.5 ഇഞ്ച് വരെയൊക്കെ നമുക്ക് നെക്കിൻ്റെ ലെങ്ത്ത് എടുക്കാം കേട്ടോ. കാരണം സ്ട്രാപ്പായ കാരണം ഇത് ഇറങ്ങിയിട്ടോ എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു 3.25 എടുക്കണം കേട്ടോ. 3.25 എടുക്കുന്നത്. അപ്പോൾ നെക്കിൻ്റെ വിടുത്ത് ഞാനിവിടെ 2.25 എടുത്തിട്ടുണ്ട്. അതുപോലെ 3.25 നെക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് സ്ട്രാപ്പിൻ്റെ ഒരു അകലം മാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര ഇഞ്ച് സ്ട്രാപ്പാണോ വേണ്ടത് അപ്പോൾ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2.5 ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക. ഇതേപോലെ സ്ട്രൈറ്റ് ലൈൻ കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് ഇവിടുന്ന് എന്നിട്ട് നമുക്ക് സ്ട്രാപ്പിൻ്റെ 1 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഇവിടെയും തയ്യൽ തുമ്പ് കൊടുക്കട്ടെ. നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോകാറില്ല. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെന്ന് എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ആം ഹോൾ ഉണ്ടല്ലോ ഈ 1/4 ഇഞ്ച് ഇവിടെ ഗ്യാപ്പ് ഇട്ടില്ല അതിലേക്ക് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കട്ടെ. കണ്ടത് ഇതേപോലെ നമ്മൾ കർവ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ കർവ് ചെയ്തിട്ട് വരച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ കട്ടിങ് വരുമ്പോൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് പോകും. പിന്നെ നമുക്ക് ഇവിടെ സ്ട്രാപ്പ് 1 ഇഞ്ചിൻ്റെ വീതിക്ക് സ്ട്രാപ്പും വരും. പിന്നെ നമുക്ക് ഇവിടെ തയ്യൽ തുമ്പും അത്രയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരും. പിന്നെ നമ്മളെ ആം ഹോൾ ഇടുന്നത് നമുക്ക് ഈ ഒരു ഭാഗമാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രെയിറ്റ് വേണമെങ്കിൽ സ്ട്രെയിറ്റും കൊടുക്കുക, അല്ലെങ്കിൽ ഈ ഷേപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ റൗണ്ടിൽ നോർമലായിട്ട് വരുന്നില്ലേ ഇതുപോലെ കണ്ടില്ലേ ഇതുപോലെ ഈ ഒരു ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കുക. അത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ആ ഒരു ഷേപ്പ് കൊടുക്കുക കേട്ടോ. നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഫ്രണ്ട് പോർഷനിൽ വെച്ച പീസിൻ്റെ മുകളിലേക്ക് ഈ ഒരു പീസ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരുമിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യാം കേട്ടോ. വരും കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക കേട്ടോ. കണ്ടില്ലേ ഈ ഒരു ഷേപ്പാണ് നമുക്ക്
അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്കാണ് 2.5, അപ്പോൾ 2.5 കൂടി നമ്മൾ 5 ഇഞ്ചാണ് കേട്ടോ ഷോൾഡറിൻ്റെ സ്ട്രാപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു 1-1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ എടുക്കുക കേട്ടോ. അതുപോലെയാണ് സ്ട്രാപ്പ് വരിക. അപ്പം ഇതേപോലെ തന്നെ കോട്ടൺ ലൈനിങ്ങിൽ മാത്രം കട്ട് ചെയ്തെടുക്കട്ടെ. നെറ്റിലും സാറ്റിനിലൊന്നും നമ്മൾ ഇതുപോലെ ഇപ്പോൾ കട്ട് ചെയ്യണില്ല. കോട്ടൺ ലൈനിങ്ങിൽ ഇതേപോലെ തന്നെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ കോട്ടൺ ലൈനിങ്ങിൻ്റെ മുകളിൽ നമ്മൾ പാറ്റേൺ പേപ്പർ കട്ട് ചെയ്തല്ലേ അത് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു അളവ് നെക്കിൻ്റെ ഒരു ഭാഗം അതുപോലെ ആ മുകളിലെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് തന്നെ വരണം കേട്ടോ. ലെങ്ത്തും അതുപോലെ സൈഡൊക്കെ കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ആം ഹോളും നെക്കും കറക്റ്റായിട്ട് തന്നെ വരച്ചിട്ട് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ 6 മീറ്റർ ക്ലോത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് ഇത്രയും ഭാഗം നമുക്ക് വേണ്ട, നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ചെയ്യുന്നത്. അതായത് തേര് വശം എന്ന് പറയില്ലേ, അപ്പോൾ ആ ഒരു ഭാഗം നമുക്ക് വേണ്ട കേട്ടോ. നമ്മൾ ഈ ഒരു പോർഷൻ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഫുൾ ലെങ്ത്ത് വന്നിട്ട് ഫ്രോക്കിൻ്റെ 30 ഇഞ്ചാണ്. നോർമലി 28 മതി. പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് കുറച്ചും കൂടി നല്ല ലെങ്ത്തിൽ കിടക്കുന്നത് ആ രീതിക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ 30 ഇഞ്ച് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മുടെ യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്യുക. അപ്പോൾ യോക്ക് ലെങ്ത്ത് മൈനസ് ചെയ്യുക 8.5 മൈനസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 21.5 കിട്ടുക. അതിൻ്റെ കൂടെ എക്സ്ട്രാ ഞാൻ 1 ഇഞ്ചും കൂടി കൊടുക്കണം. ആ 22.5 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിതുപോലെ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ഈ ഒരു ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ 6 മീറ്റർ ക്ലോത്ത് ഉണ്ട് കേട്ടോ. ഇതിൽ 6 മീറ്റർ ക്ലോത്ത് ഫുള്ളായിട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 22.5 നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കൊരു സെക്കൻഡ് ലെയർ കൂടി കൊടുക്കണം കേട്ടോ. അപ്പോൾ നെറ്റ് ഫ്രോക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ഡബിൾ ലെയറായിട്ട് തന്നെ കൊടുക്കുക. അപ്പോൾ അതിലേക്ക് ഇതുപോലെ സെക്കൻഡ് ലെയർ കൊടുക്കണം. അപ്പോൾ ആ സെക്കൻഡ് ലെയർ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ നമ്മൾ 22.5 എടുത്ത്, അപ്പോൾ അതിനൊക്കെ 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് എനിക്ക് 1-1.5 ഇഞ്ചൊക്കെ മൈനസ് ചെയ്തിട്ട് ഞാൻ അപ്പോൾ 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇവിടെ 21.5 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇനി നമുക്ക് ഇതുപോലെ സാറ്റൻ ക്ലോത്ത് കട്ട് ചെയ്യണം. അപ്പോൾ സാറ്റന് ഞാനിവിടെ അമ്പർലയായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. പിന്നെ കോട്ടൺ ലൈനിങ് നോർമലായിട്ട് പ്ലീറ്റ്സ് ഇട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ രണ്ടാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഞാൻ ലെങ്ത്താണ് കേട്ടോ മറിക്കുന്നത്. അപ്പോൾ നമ്മൾ നെറ്റ് ഫാബ്രിക് എടുത്തതിനൊക്കെ ഒരു 2 ഇഞ്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ സാറ്റനും കോട്ടണൊക്കെ എടുക്കുന്നത്. കാരണം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിലും കൂടിയിട്ട് കുറച്ചും കൂടി കുറച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ ലെങ്ത്ത് നമുക്ക് ജോയിൻ ചെയ്യാത്ത രീതിയിൽ എത്ര ലെങ്ത്ത് കിട്ടുന്നുണ്ട് ആ ലെങ്ത്ത് എടുത്തിട്ട് ബാക്കിയുള്ള മുകൾ ഭാഗത്ത് ഫുള്ള് ഞാൻ വേസ്റ്റ് റൗണ്ടായിട്ട് അങ്ങനെ എടുക്കാണ്ട് ചെയ്യുന്നത്. അപ്പോൾ നോർമൽ വേസ്റ്റ് റൗണ്ടിനൊക്കെ കുറച്ചധികം ഉണ്ടാവും. അപ്പോൾ അമ്പർലയാണെങ്കിലും കുറച്ച് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ആ വേസ്റ്റ് റൗണ്ട് കറക്റ്റ് ചെയ്തിട്ട് എടുക്കാണ്ട് ചെയ്യുന്നത്. അതേപോലെ വേസ്റ്റ് റൗണ്ട് വരച്ചതിന് ശേഷം നമ്മളിതുപോലെ റൗണ്ട് ചെയ്തിട്ട് സ്കേർട്ടിൻ്റെ എൻഡ് ഭാഗം ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് നമ്മൾ അളവ് മാർക്ക് ചെയ്യുക കേട്ടോ. എന്നിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് കോട്ടൺ ലൈനിങ് കട്ട് ചെയ്യട്ടെ. അപ്പോൾ കോട്ടൺ ലൈനിങ് ഞാൻ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അമ്പർലയായിട്ടല്ല കട്ട് ചെയ്യുന്നത്, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഞാൻ ഷിഫ്റ്റിനായിട്ട് ഇതുപോലെ അമ്പർലയാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൂടാണ്ട് നമ്മൾ താഴെ ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് ആയിട്ട് വേറെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ സാറ്റൻ്റെ ക്ലോത്ത് ഇതുപോലെ വെച്ചിട്ട് എൻ്റെ അളവിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതേപോലെ കറക്റ്റ് അളവിൽ ഇതിൻ്റെ നമുക്കിതുപോലെ സാറ്റൺ ക്ലോത്ത് വെച്ചിട്ട് നമ്മുടെ യോക്ക് പോർഷനിലേക്കുള്ള സാറ്റൺ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് കറക്റ്റ് ഷേപ്പിലല്ല കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ അങ്ങനെ ഞാൻ എടുക്കാറുള്ളൂ. ഈ ഒരു മെത്തേഡിലാണ് എപ്പോഴും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു ഏകദേശം ഇതുപോലെ വെച്ചിട്ട് എക്സ്ട്രാ കുറച്ച് ഒരു 1 ഇഞ്ചൊക്കെ കൂട്ടിയതിന് ശേഷം ഇതുപോലെ ഒരു പീസ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ചെയ്യാറ്. ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കട്ടെ ചെയ്യാറ്. ഇതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 2.5 ഇഞ്ച് വിഡ്ത്തും പിന്നെ ലെങ്ത്ത് ഞാൻ 8 ഇഞ്ചിൻ്റെ 2 പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡിലേക്ക് പ്ലെയിൻ നെറ്റ് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് എനിക്ക് സാറ്റൺ വെച്ചിട്ട് ഒരു അളവിലേക്ക് നെറ്റ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഇതേപോലെ സാറ്റൺ പീസിനൊക്കെ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിട്ട് ഞാൻ അതുപോലെ ബാക്ക് സൈഡിലേക്ക് നെറ്റ് നമുക്ക് യോക്കിലേക്ക് ഫ്രണ്ട് പോർഷനിലേക്ക് പ്ലീറ്റ്സ് ഇടാനുള്ള ഒരു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ സാറ്റൻ ക്ലോത്തിനൊക്കെ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ കരഭാഗമൊന്നും ഇപ്പോൾ ഇതിൻ്റെ കട്ട് ചെയ്ത് കണ്ടില്ല, കാരണം നമ്മൾ ഇവിടെ നിന്നൊക്കെ കട്ട് ചെയ്ത് പോകാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ.
ചെയ്യുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ ഫ്രില്ലുകൾ ഇട്ടിട്ട് ഇതുപോലെ നമ്മൾ ചുരുട്ടി ഫ്രില്ലിട്ടിട്ട് ചെയ്യുന്നത്, കുറച്ച് പൊന്തി നിൽക്കുന്ന രീതിയിൽ. ഇതിൽ സ്റ്റിച്ചിങ് എങ്ങനെ നോക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാണ് കേട്ടോ. അതായത് ഈ ഷോൾഡർ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ട് മറിച്ചെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മളെ സാറ്റിൻ ക്ലോത്തില്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ നെറ്റ് ഫാബ്രിക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതായത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് തിരിച്ച് മറിച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് വളഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇങ്ങനെ കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ഞാനിതുപോലെ ജസ്റ്റ് ഒരു ഫ്രില്ലിട്ടിട്ടുണ്ട്. ഇപ്പോൾ നെറ്റ് ക്ലോത്തിൽ ഇതുപോലെ സാധാ ഫ്രില്ലിട്ടില്ലേ, അതുപോലെ ജസ്റ്റ് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ സാറ്റൻ ഫാബ്രിക് ഇതുപോലെ വെക്കുക കേട്ടോ. വെച്ചതിന് ശേഷം ഈ ഫ്രില്ലിട്ടിട്ടുള്ള ക്ലോത്ത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് പതിച്ചടിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഫ്രില്ലിട്ട പീസ് ഇതുപോലെ സാറ്റൻ ബാക്കിൽ വെച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സാറ്റൻ ക്ലോത്തിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതേപോലെ ഇതിൻ്റെ മുകളിൽ നമ്മുടെ കോട്ടൺ ലൈനിങ് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ കോട്ടൺ ലൈനിങ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഷോൾഡർ സ്ട്രാപ്പ് വെക്കാനുള്ള ആ സ്ട്രാപ്പ് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച്, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണുന്ന ഭാഗം മുകളിലേക്ക് വരണം കേട്ടോ. ആ രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ഒരു 1/4 ഇഞ്ചല്ലേ ഗ്യാപ്പ് വിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 1/4 ഇഞ്ചിനെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരിക കേട്ടോ. അപ്പോൾ ഇതുപോലെ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ചെറിയ കട്ടുകൾ ഇട്ടതിന് ശേഷം നമുക്ക് മറിച്ചെടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ചുറ്റുഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ ബാക്ക് പോർഷനിൽ നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ, അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് സിബ് ഒന്ന് ഫസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സിബ് അത് ഹൈഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ രീതിക്ക് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഭാഗത്ത് സിബ് വെച്ചെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ മെയിൻ ക്ലോത്തിൽ സിബ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സിബ് വെച്ചെടുത്തില്ല. അതിന് ശേഷം നമ്മുടെ പോർഷൻ്റെ മുകളിലേക്ക് ഫ്രണ്ട് പോർഷൻ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ബാക്കിൻ്റെ നല്ല വശമാണ്. അതിൻ്റെ ശേഷം നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെക്കുമ്പോൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക, കാരണം ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്ട്രാപ്പ് കറക്റ്റ് അളവിൽ തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഫ്രണ്ട് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുത്തില്ല. അപ്പോൾ ആ ഒരു മെത്തേഡിൽ തന്നെ ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്ട്രാപ്പിൻ്റെ അളവ് കറക്റ്റായിട്ട് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ഈ ലെങ്ത്തും കൂടിയും ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പീസ് ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കയറ്റിറക്കം വരും. അപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നെക്കിൻ്റെ ആ ഒരു ഏരിയ കറക്റ്റ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്ട്രാപ്പ് വെക്കുമ്പോൾ ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടുണ്ടാവില്ല, ആ 1/4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ. എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ രണ്ട് സൈഡും. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊടുത്തിട്ട് ഈ സിബിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഈ സിബിൻ്റെ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പോകുള്ളൂ കേട്ടോ. ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു സൈഡ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ രണ്ടാമത്തെ സൈഡ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഫ്രണ്ട് പോർഷൻ്റെ സ്ട്രാപ്പ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് ആദ്യം ഇങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതിനെ കറക്റ്റ് ചെയ്തിട്ട് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നെക്കിൻ്റെ ഒരു ഭാഗം വെച്ചത് അത് അവിടെ ഇരുന്നിട്ട് അത് കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിൻ്റെ ശേഷം ഈ ഒരു ഭാഗത്തെ പിന്നൊക്കെ അഴിച്ച് മാറ്റിയിട്ട് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തിന് കുറച്ചെങ്കിലും നീക്കി വെച്ചിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ ഇവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ എക്സ്ട്രാ പീസും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. അതിന് ശേഷം നമ്മളിതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക കേട്ടോ. ഇനി നല്ല നീറ്റായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ എൻഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ വലിച്ചെടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് വലിച്ച് പിടിച്ചിട്ട് തന്നെ അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഈ താഴെ വശം അതുപോലെ ഈ രണ്ട് സൈഡ് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ സിബ് ഇവിടെ വേറൊരു കളറാണെങ്കിൽ പോലും കാണുന്നില്ല, ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് ആ സിബിൻ്റെ പോർഷൻ കാണുള്ളൂ കേട്ടോ. അപ്പോൾ മാക്സിമം സെയിം കളർ തന്നെ എടുക്കുക. എനിക്ക് ഇതില്ലാത്ത കാരണം കൊണ്ട് പിന്നെ ഉൾഭാഗമാണെങ്കിലും സിബിൻ്റെ തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉള്ളിലേക്ക് പോകും കേട്ടോ. ഇനി നമുക്ക് ഈ ബാലൻസ് സിബും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലത്തെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 4 ആക്കിയിട്ടാണ് ഫോൾഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ഇഞ്ച് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ഫ്രില്ല് എത്ര വേണ്ടിച്ചെങ്കിൽ അതിനനുസരിച്ചിട്ടാണ്. കുറച്ച് ഫ്രില്ല് ഇടുമ്പോൾ കുറച്ച് എടുത്താൽ മതി കേട്ടോ. ലെങ്ത്ത് എനിക്ക് 12 ഇഞ്ച് വേണ്ടി, അപ്പോൾ അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂടി 13.5 ഇഞ്ചിൽ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ.
ഇതുപോലെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതൊന്ന് 2 സ്ലീവ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇനി നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് മുകൾ ഭാഗത്ത് ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് വെക്കുക കേട്ടോ. ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലുകൾ ഇട്ടിട്ടെടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക് ഇതുപോലെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. ആ 3 ഇഞ്ച് ഫുള്ളായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ 3 ഇഞ്ചിൻ്റെ ഇവിടെയും ഇതുപോലെ നമ്മളിങ്ങനെ ഫ്രില്ലിട്ടെടുക്കുക. താഴെ ഭാഗത്തല്ല, താഴെ ഭാഗത്തു നിന്ന് ഇതുപോലെ മുകളിലേക്ക് 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ താഴെ ഭാഗത്ത് അവിടെയും ഇങ്ങനെ ഫ്രില്ലിട്ടിട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ സ്ലീവിൻ്റെ 2 പീസും സെൻറ്റർ ഭാഗത്തിന് കുറച്ച് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്, ഒരുപാട് ഇട്ടെടുത്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മളുടെ സ്ലീവിൻ്റെ എൻഡ് ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും നമ്മൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് കുഴിച്ച് വെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ഒന്ന് കുഴിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാ പീസും ഒപ്പം വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കയറ്റിറക്കങ്ങളും കാര്യങ്ങളൊക്കെ വരും. ജസ്റ്റ് ഒരു 1 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1.5 ഇഞ്ചൊക്കെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ഫ്രില്ലിട്ടതിനെ നമുക്കൊന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു സാറ്റിൻ്റെ പീസ്, ഒരു 1.5 ഇഞ്ചൊക്കെ വീതിയുള്ള ഒരു സാറ്റിൻ്റെ പീസ് നമ്മുടെ ലെങ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ലെങ്ത്തിൽ ഒരു പീസ് എടുക്കുക കേട്ടോ. 1 ഇഞ്ച് വീതിയായാലും മതി, 1.5 ഇഞ്ച് വീതിയായാലും അത് നമുക്ക് എത്രത്തോളം വീതി വേണോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു പീസ് എടുത്തതിന് ശേഷം ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ശേഷം ഇതിനെ ഇപ്പോൾ നമ്മൾ വെച്ചിരിക്കണ നല്ല വശത്താണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങോട്ട് മറിച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യില്ലേ, അപ്പോൾ അതുപോലെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, സാറ്റിൻ പീസിൻ്റെ മുകളിൽ നമ്മളുടെ ഈ സ്ലീവിന് ഫ്രില്ലിട്ടുള്ള പോർഷൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഇതിനൊന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ആദ്യം ഒരു ഫോൾഡ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്നുകൂടി നല്ല വശത്തേക്ക് ഇട്ട് പൊട്ട വശത്ത് നമ്മൾ സാറ്റിൻ ക്ലോത്ത് സ്റ്റിച്ച് ചെയ്ത് നല്ല വശത്തേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. ഇതേപോലെ അതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സ്ലീവ് ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ശേഷം നമ്മൾ ബോഡി പാർട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ സ്ട്രാപ്പിൻ്റെ അത്രയും ഭാഗം ഉണ്ടല്ലോ ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മളിവിടെ സ്റ്റിച്ച് കൊടുക്കുന്നില്ല, ഇതേപോലെ നമ്മൾ ഈ ഷോൾഡർ സ്റ്റെപ്പ് വെച്ചില്ലേ അതിൻ്റെ ഒരു 1/2 ഇഞ്ച് താഴേക്കുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒപ്പം വെച്ചാലും കുഴപ്പമില്ല, അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇതുപോലെ വെക്കുക. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ ഇവിടെ ഓപ്പൺ ഉണ്ടാവും കേട്ടോ. ഈ ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ കെടുക്കും. അതായത് നമുക്കൊരു സ്ട്രാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ അത് ഫിറ്റായിട്ട് ഇരുന്നാലും ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ലൂസ് വേണമെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ ലൂസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കിവിടെ ഈ സ്ട്രാപ്പിൻ്റെ കറക്റ്റ് അളവിലുള്ള ആ ഒരു ലൂസ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമാണ് ഞാൻ ഫ്രില്ല് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ 2 സ്ലീവും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ താഴെ വശത്ത് നമ്മൾ താഴെ നിന്ന് ഒരു മുകൾക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോർമലായിട്ടുള്ള നമ്മൾ ഫ്രില്ലില്ലേ ആ ഒരു ഫ്രില്ലിനെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലത്തെ വർക്ക് മെറ്റീരിയൽ തന്നെ ലേസാ വയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് തോന്നി കുറച്ചുകൂടി നല്ലത് ഈ വർക്ക് മെറ്റീരിയൽ തോന്നി. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് മെറ്റീരിയൽ നമ്മൾ ഒരു ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. കട്ട് ചെയ്തെടുത്തതിൻ്റെ ശേഷം അതിനെ ഒന്ന് സെൻറ്റർ ഭാഗം ഫോൾഡ് ചെയ്തിട്ട്, ഇതിപ്പോൾ ഞാൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്, ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് ലേസ് വെച്ച് അറ്റാച്ച് ചെയ്യില്ല, അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു സ്ലീവില്ലേ, ഈ സ്ലീവിൻ്റെ ഈ ഫുള്ളും ഈ റൗണ്ട് ഭാഗത്ത് ഇങ്ങനെ ഫുള്ളായിട്ട് നമ്മളിത് ഈ ഭാഗം ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ നെക്കിൻ്റെ ഭാഗം വരുന്നുണ്ടല്ലോ, ഈ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്തും ഇതുപോലെ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇതുപോലെ ഷേപ്പിൽ നമ്മളിതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഞാൻ ഈ ഒരു ഭാഗത്തും അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ബോഡി പാർട്ടിൻ്റെ ഈ ഒരു ഭാഗത്തും ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അതേപോലെ നോർമലായിട്ട് ലേസ് വയ്ക്കില്ലേ അതേപോലെ ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു വർക്ക് മെറ്റീരിയൽ ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ ഒരു ഭാഗത്തും പിന്നെ ഈ ഒരു എൻഡ് ഭാഗത്തും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഈ ബോഡി പാർട്ടിൻ്റെ എൻഡ് ഭാഗത്ത് ഇവിടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്ക് ഇതേപോലെ ഇതിൻ്റെ പൊട്ടവശത്ത് കൂടെ ഞാനിപ്പോൾ തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിലൊന്നല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്, ഞാൻ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ തയ്യൽത്തുമ്പ് കാണാത്ത രീതിയിലല്ല കേട്ടോ. ഇനി നമുക്ക് നോർമലായിട്ട് സൈഡ് കൂട്ടിയടിക്കില്ല അതേപോലെ സൈഡ് അടിക്കുക കേട്ടോ. ഈ സൈഡ് അടിക്കുക. അപ്പോൾ അടിച്ചിട്ട് വരുമ്പോൾ നമ്മളിതിൻ്റെ ഉൾഭാഗത്തേക്ക് ഇതുപോലെ ഈ കെട്ടാനുള്ള ഈ വള്ളി ഇതുപോലെ വെച്ചെടുക്കുക, ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ അടിച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ 2 സൈഡിലും കേട്ടോ ഈ വള്ളി ഇതുപോലെ വെച്ച് കൊടുക്കുക.
എന്നിട്ട് നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് ബോഡി പാർട്ടിൻ്റെ അതായത് യോക്ക് പോർഷൻ്റെ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് കഴിച്ചെടുക്കുക. കോട്ടൺ ലൈനിങ് ഞാൻ അതുപോലെ ഷിഫ്റ്റ് നെറ്റ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഒരു ഷിഫ്റ്റ് നെറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രില്ല് ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ കോട്ടൺ ലൈനിങ് വെക്കുക. ഇതുപോലെ ഷിഫ്റ്റ് നെറ്റ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ ഷിഫ്റ്റ് നെറ്റ് വെച്ച് കൊടുക്കുക. ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഷിഫ്റ്റ് നെറ്റിൻ്റെ ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പ്ലീറ്റ്സ് ഇട്ടിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരും കേട്ടോ. അതിൻ്റെ മുകളിൽ നമ്മളെ സാറ്റിൻ ലൈനിങ് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു അളവിലേക്ക്, അതായത് നമ്മുടെ ലൈനിങ്ങിൻ്റെ അളവ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു അളവിലേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വരുമ്പോൾ ഈ സാറ്റണും അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റ് നെറ്റും ആക്കിയെടുക്കും കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫ്രില്ലിട്ട് വെച്ചിട്ടുള്ള ഒരു പീസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ 2 പീസിൽ ഫ്രില്ലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഒരു പീസ്, അതായത് സെക്കൻഡ് പാർട്ട് ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ആ ഒരു പോർഷന് ഇതേപോലെ വെച്ചിട്ട് അതും ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. റൗണ്ട് ചെയ്തിട്ട് ഞാൻ സൈഡ് കൂട്ടിയിട്ടില്ല, ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ 4 പീസും, അതായത് നമ്മുടെ നെറ്റ്, അതുപോലെ അതിൻ്റെ അടിയിൽ സാറ്റണ്, പിന്നെ ഷിഫ്റ്റ് നെറ്റ്, പിന്നെ കോട്ടൺ ലൈനിങ്, ഈ 4ഉം കൂടി നമ്മൾ റൗണ്ട് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഈ ഒരു പീസ് എക്സ്ട്രാ ഞാൻ ഫ്രില്ലിട്ടിട്ട് ഇത് വേറെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഏറ്റവും മുകൾക്ക് കൊടുക്കാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ അതിപ്പോൾ വെക്കേണ്ട, അറ്റാച്ച് ചെയ്യേണ്ട, അത് ലാസ്റ്റാണ് അറ്റാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇതുപോലെ ലൈനിങ് ക്ലോത്തും അതുപോലെ തന്നെ നമ്മൾ ഷിഫ്റ്റ് നെറ്റും സാറ്റിനും ക്ലോത്തും ഒക്കെ കൂടിയിട്ട് ഇതുപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ നമ്മൾ ഉള്ളിൽ കൊടുക്കാനുള്ളൊരു നെറ്റും കൂടി ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഈ ഒരു യോക്ക് പോർഷനും ഇതുപോലെ കംപ്ലീറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ മുകളിൽ കൊടുക്കാനുള്ള നെറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല, അപ്പോൾ അതും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതേപോലെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ നെറ്റ് ഫാബ്രിക്കിന് നല്ല വശമാണ് കേട്ടോ. ഈ പൊട്ട വശം എന്ന് പറയുന്നത് ഇതാണ് വരുന്നത്, നമ്മൾ ജോയിൻ ചെയ്ത ഭാഗം ഇതാ ഇവിടേക്കാണിട്ട് വരുന്നത്. അതിന് ശേഷം ഇതേപോലെ നമ്മുടെ യോക്ക് പോർഷൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് പ്ലീറ്റ്സ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക. അത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ കണ്ടില്ല, നല്ല വശത്തേക്കാണ് വരിക കേട്ടോ. കണ്ടോ, ഇതേപോലെ നല്ല വശത്തേക്ക് വരും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ മെയിൻ ക്ലോത്ത് ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്തു. പിന്നെ ഈ അരികുവശത്ത് കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ എക്സ്ട്രാ നിൽക്കുന്ന ഈ നെറ്റ് ഫാബ്രിക്കുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ലെവൽ ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതേപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലേ ഈ പീസുകളൊക്കെ ഇതുപോലെ ജോയിൻ ചെയ്ത് വെച്ചിട്ടില്ലേ, ഇതുപോലെ ഉള്ളിലേക്ക് മറിക്കുക കേട്ടോ. ഇതേപോലെ മറിച്ചിട്ട് നമ്മുടെ കോട്ടൺ ലൈനിങ് മുകളിലേക്ക് വരുന്ന രീതിക്ക് എടുക്കുക. എന്നിട്ട് ഇതുപോലെ കോട്ടൺ ലൈനിങ് മുകളിലേക്ക് വരുന്ന രീതിക്ക് എടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മുടെ ഈ ജോയിൻ ചെയ്തിട്ടുള്ള പീസിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുക നെറ്റൊന്നും മുകളിലേക്ക് തന്നെ കയറി, ഈ നെറ്റ് മുകളിലേക്ക് കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ സൈഡ് കൂടി സ്റ്റിച്ചും കൂടിയും കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് എടുക്കും. ഇപ്പോൾ ഞാൻ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിലല്ല സ്റ്റിച്ച് ചെയ്യുന്നത്, കാരണം ഞാൻ പറഞ്ഞല്ലോ ഓവർലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ഞാൻ ഫുള്ളായിട്ട് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഇതൊക്കെ മടക്കിയെടുക്കണം കേട്ടോ. നെറ്റ് ക്ലോത്തിൻ്റെ നമുക്ക് മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഈ ഒരു ലേസ് ഉണ്ടല്ലോ, ലേസല്ല നെറ്റ് ഫാബ്രിക് ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കിതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഹെമ്മിങ് ചെയ്താലും മതി കേട്ടോ. സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ട് ആണെങ്കിൽ ഹെമ്മിങ് ചെയ്തെടുത്താലും നമുക്കിത് വേണമെങ്കിൽ മുന്നേ തന്നെ യോക്ക് പോർഷനിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ പ്ലീറ്റ്സ് ഇട്ടിട്ടുണ്ട്, ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ ആ സെൻറ്റർ ഭാഗം ഈ പ്ലീറ്റ്സ് ഇട്ടതിൻ്റെ അതിൻ്റെ മുകളിൽ വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതുപോലെ മുന്നേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അതും കൂടി ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഇവിടെ നല്ല പഫിയായിട്ട് നിൽക്കുന്നുണ്ട്, നല്ല ഇതിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷിഫ്റ്റ് നെറ്റൊക്കെ കൊടുത്ത കാരണം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുട്ടികൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് കൊടുത്തതിന് പകരം വേണമെങ്കിൽ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ആ വർക്ക് മെറ്റീരിയൽ വെച്ചിട്ട് ഡിസൈൻ ചെയ്തെന്ന് മാത്രം. അതുപോലെ തന്നെ ഈ സ്ലീവിൻ്റെ ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ കൂടുതലായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലോത്ത് കൂട്ടിയിട്ടാൽ മതി. ഞാനിപ്പോൾ അത്ര വേണ്ട, ഞാൻ ഈ സ്ട്രാപ്പിൻ്റെ സെയിം അളവിലാണ് എടുത്തേക്കുന്നത് കേട്ടോ.